ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ നവമി ആൻഡ് നിർവേദ് ബ്ലോഗ്സ്. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് വയ്യാതെ ആയിട്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂർ ലാസ്റ്റ് കറങ്ങാൻ പോയ ദിവസത്തൊരു വീഡിയോ ആണിത് കേട്ടോ. അപ്പോൾ ഒരു 3 മണി ആകുമ്പോഴേക്കും ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങി കാറ് ബുക്ക് ചെയ്തു. കാരണം ഞങ്ങളുടെ ഒരു കാറിൽ എല്ലാവരും കൂടി കയറുന്നില്ല, അത്രയ്ക്ക് ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും കൂടി കയറുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരു കാറ്, അത്യാവശ്യം സ്പേസുള്ള കാറ് ബുക്ക് ചെയ്തു. എന്നിട്ട് ഇതാ അതിൽ പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബേബിക്കുട്ടിയുടെ ഈ ടോപ്പും പാൻറ്റും പുതിയതാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് ജലദോഷമെന്ന് പറയുമായിരുന്നു കേട്ടോ. അവർക്കൊക്കെ അപ്പം ജലദോഷം പിടിച്ചു. ഇവിടെ എത്തിയ ശേഷം, ആന്ധ്രയിൽ എത്തിയ ശേഷം എനിക്കും വയ്യാതെയായി. അതാണ് ഉണ്ടായത്. അവിടെ നിന്ന് നോക്കി കുഴപ്പമുണ്ടായിരുന്നില്ല. അവരുടെ ജലദോഷമൊക്കെ എനിക്ക് വന്ന് പിടിച്ചു കേട്ടോ. ഗൈസ്, ഞാൻ ഉറക്കം കഴിഞ്ഞിട്ടിരിക്കാൻ കേട്ടോ. എന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള ഒരു പാർക്കിലേക്കാണ്. പോകുന്ന വഴിക്ക് എടുത്ത വീഡിയോസാണ് ഇതൊക്കെ. അത്രയും ബ്ലോക്ക് ഉണ്ട് കേട്ടോ അവിടെ. ആ നേരമായിട്ട് തന്നെ അത്രയും ബ്ലോക്ക്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അവിടെ ഏറ്റവും ബ്ലോക്ക് ബാംഗ്ലൂരിൽ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടുമാണ് കേട്ടോ. അത്രയും ബ്ലോക്കാണ് ഗൈസ് അവിടെ. അത്രയും ബ്ലോക്ക് പറഞ്ഞാൽ അത്രയും ബ്ലോക്കാണ്. വണ്ടി കുറേ നേരം ഇങ്ങനെ നിൽക്കേണ്ടി വരും. അത്രയും ബ്ലോക്കാണ്. കാരണം രാവിലെ ആണെങ്കിലും വൈകിട്ടാണെങ്കിലും ജോലിക്ക് പോകുന്നവരും സ്കൂളിൽ പോകുന്നവരും ഓരോ ആവശ്യത്തിന് പോകുന്നവരാണ്. അപ്പം പിന്നെ ബ്ലോക്കിൽ വെട്ടല്ലേ പറ്റൂ. അതാണ് ട്രെൻഡായിരുന്നത്. അപ്പോൾ ഈ വഴി കൂടെയാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ആ പാർക്കിൻ്റെ അവിടെ എത്താറായി, ഡെസ്റ്റിനേഷൻ എത്താറായി. അപ്പോൾ അവിടെ ഞങ്ങൾ ഇറങ്ങിയപ്പോഴുള്ള ബ്ലോക്കാണ്. ഇറങ്ങിയിട്ടില്ല അല്ലേ, സോറി, ഇറങ്ങണേൻ്റെ മുന്നത്തെ ബ്ലോക്കാണ് കേട്ടത്. അത്രയും ബ്ലോക്കിൽ പെട്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേദു ഓരോരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുമായിരുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ ഞങ്ങളിത് അവിടെ ഇറങ്ങിയിട്ടോ. നമ്മൾ പോയത് എന്ത് പാർക്കാണ്, കപ്പൻ പാർക്കോ അങ്ങനെ എന്തോ ആണ് കേട്ടോ ബാംഗ്ലൂരിലെ പാർക്ക്. അവിടെ പ്രത്യേകിച്ചൊന്നും കാണാനൊന്നുമില്ല. അങ്ങനെ ഇരിക്കാം അവിടെ. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഫാമിലി ആയിട്ടിരിക്കാം. ഫാമിലി അല്ലാതെ ഇരിക്കുന്നവരും ഉണ്ട് കേട്ടോ. അത് ഞാൻ വഴിയേ പറഞ്ഞു തരാം. പോകുന്ന വഴിക്ക് ഒരുപാട് വഴിയോര കച്ചവടക്കാർ നിൽക്കുന്നുണ്ട്. ഫ്രൂട്ട്സ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഓരോ സ്നാക്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പഞ്ഞി മിഠായി കണ്ടപ്പോൾ തൊട്ട് വേത് കരയണതാണ്. പഞ്ഞി മിഠായി വേണം വേണം വേണമെന്ന്. പക്ഷെ പഞ്ഞി മിഠായിയൊന്നും നമ്മൾ വാങ്ങിയില്ല കേട്ടോ. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അവിടെ എത്തുന്നവരുടെ കമ്മലുകൾ കണ്ടു. കമ്മലുകളും മാലകളൊക്കെ ഫോറിനേഴ്സ് വാങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങളത് എല്ലാവിടേക്കും നിങ്ങൾ ചുറ്റിക്കറങ്ങുകയാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു കുട്ടികളുടെ കളിക്കണ സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഞങ്ങൾ കയറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നല്ല തിരക്കായിരിക്കും. പിന്നെ നല്ല ക്യൂ നിൽക്കുകയൊക്കെ വേണ്ടി വരും. അത് കാരണം ഞങ്ങൾ കയറിയില്ല. നമ്മൾ DD വ്ളോഗ്സിലെ ആൾക്കാർ കയറിയിരുന്നത് അവിടെയാണ് കേട്ടോ. ആ പാർക്കിലാണ്. ഞാൻ അവരുടെ യൂട്യൂബ് ചാനൽ അന്ന് രാവിലെ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാംഗ്ലൂരാന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ ഓരോരോ കച്ചവടക്കാരുണ്ട്. ഒരുപാട് കച്ചവടക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ തിരക്ക് ഇത് കളിക്കുന്ന സ്ഥലത്തൊക്കെ ആയിരുന്നു കേട്ടോ. അവിടേക്കാണ് ഏറ്റവും കൂടുതൽ തിരക്ക്. ഇവിടേക്ക് കിടക്കാൻ ഇതൊന്നും വേണ്ട കേട്ടോ, പൈസയൊന്നും വേണ്ട. നമ്മൾ നേരെ അങ്ങോട്ട് കയറി ചെന്നാൽ മതി. എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പിന്നെ ഒരു ടൈമുണ്ട് തോന്നുന്നു കേട്ടോ. ആ ടൈമിൽ നമുക്ക് ഇറങ്ങി പോരണം. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ. നടക്കാൻ ഒരുപാടുണ്ട്. ഇരിക്കുക അങ്ങനെ പച്ച പുൽദാനിയിൽ വേണമെങ്കിൽ ഇരിക്കാം. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന യുവമിഥുനങ്ങളാണ്. യുവമിഥുനങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ബാംഗ്ലൂർ പഠിക്കുന്നവരും അതുപോലെ തന്നെ കോളേജിൽ പോകുന്നവരും ജോലി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. അപ്പോൾ അവർ സ്നേഹിക്കുന്നവരുമുണ്ട് കേട്ടോ. അവരുടേതായ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നവരും നമുക്കിതിൽ കാണാം. നമുക്കൊരു നിമിഷം നമ്മൾ പകച്ചു പോകും. കാരണം നമ്മളിങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ. അവർക്കതൊന്നും പുത്തരിയല്ല. അപ്പോൾ ഇവിടെ കൂടുതൽ മുസ്ലിംസ് ഈ പർദ്ദട്ടിട്ടും അതുപോലെ തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കാശ്മീർ ഇപ്പോൾ ഏറ്റവും വലിയൊരു സംഭവം നടന്നല്ലോ, പഹൽഗാമിൽ വെടി ഉതിർത്തല്ലോ, ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് കൊന്നല്ലോ, അതും കൽമ ചൊല്ലാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു, ഇവിടെ ഇനി ആരെങ്കിലും വന്ന് നമ്മളെ കൊല്ലുമോ, കൽമയൊക്കെ പഠിക്കേണ്ടി വരുമോയെന്ന്. കാരണം ഇപ്പോൾ പുറത്തിറങ്ങാൻ പേടിയാണ്. ഹിന്ദു ആണോ ചോദിച്ചിട്ടല്ലേ കൊല്ലണത്. എന്താ മനുഷ്യൻ്റെ ഒരു അവസ്ഥയും. എങ്ങോട്ടാണ് നമ്മുടെ രാജ്യം പോകുന്നതെന്നും പറയാൻ പറ്റില്ല. സാരല്ല, ഇന്ത്യ തിരിച്ചടിച്ചോളും. അവരങ്ങനെ സുഖിക്കണ്ടല്ലോ അല്ലേ. അപ്പോൾ പാർക്കിലേക്ക് ഇങ്ങനെ ഞങ്ങൾ നടന്നു പോവുകയാണ് കേട്ടോ. ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്, പലതരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓരോ കുട്ടികൾ കളിക്കുന്നുണ്ട് അവിടെ, ഓരോ ഫാമിലി അവിടെ ഇവിടെ കേട്ടിരിക്കുന്നുണ്ട്. പാർക്കിൽ ഞാൻ പറഞ്ഞല്ലോ കളിക്കാനൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കുറേ നേരം നടക്കാനുണ്ടായി. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അച്ചമ്മയ്ക്ക് വയ്യ പറഞ്ഞു. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ
കൈയൊക്കെ പിടിച്ചിട്ട് നടക്കുക കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിതാ അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഏതൊരു ഭാഗത്ത് ഇരുന്നു കേട്ടോ. സ്ഥലം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ. അമ്മയ്ക്ക് നടക്കാൻ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇരിക്കാതെ വെച്ച്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തതാട്ടോ. അപ്പോൾ നോക്കാം അപ്പോൾ പെൺകുട്ടി എന്ത് നിറാന്ന്, നല്ല നിറമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിനെ കാണാൻ. അപ്പോൾ ഞാൻ അതിന് ഫ്രണ്ട് ഇങ്ങനെ കാണിച്ചിട്ട് വീഡിയോ എടുത്തില്ല, ജസ്റ്റ് അതിലിങ്ങനെ എടുത്തപ്പോൾ പെട്ടതാണ് കേട്ടോ. പിന്നെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നല്ല തണലാണ് കേട്ടോ. നമ്മൾ ഏത് നട്ടുച്ച നേരത്ത് വന്നാലും നല്ല അടിപൊളി ഒരു തണലായിരിക്കും ഇവിടെ കിട്ടുക. കാരണം ഫുൾ മരങ്ങളും മുളകളും ഒക്കെ ആണല്ലോ. അപ്പോൾ അത് കാരണം നല്ല തണലാണ് ഇവിടെ കിട്ടുന്നത്. നമുക്ക് നല്ല സുഖമാണ് ഇരിക്കാൻ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കാം സ്നേഹിക്കുന്നവരൊക്കെ ഇവിടേക്ക് കൂടുതലായിട്ട് വരുന്നത്. പിന്നെ അവരാരും ശല്യം ചെയ്യാനും പോകില്ലല്ലോ. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ, വീട്ടുകാർ ഇതൊക്കെ അറിഞ്ഞിട്ട് വന്നിരിക്കുന്നവരാണോ അതോ ഇങ്ങനെ ഈ പഠിക്കാൻ വന്നിട്ട് ബാംഗ്ലൂരിൽ ഇരുന്ന് പോവാന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ കേൾക്കുന്നില്ലേ, ഓരോ ബാംഗ്ലൂർ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ഓരോരുത്തർ ഇങ്ങനെ വരുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അതൊന്നും ശരിക്കും ഇപ്പോഴാണ് വോയിസ് ഓവർ എടുക്കുമ്പോഴാണ് കേട്ടോ അതൊക്കെ ഇങ്ങനെ ശരിക്കും കണ്ടുപോകുന്നത്. അപ്പോൾ നമ്മൾക്കത് വെറുതെ വീഡിയോ എടുത്ത് വെക്കുക എന്നല്ലേ ഉള്ളൂ. ഞാൻ അന്നന്ന് വോയിസ് ഓവർ കൊടുക്കാറുണ്ട്, പക്ഷേ എനിക്കിപ്പോൾ പറ്റിയില്ല. കാരണം വൈകാരികയും കാര്യങ്ങളും യാത്രയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ നാട്ടിലെത്തിയിട്ടില്ല, ഇപ്പോഴും ആന്ധ്രയിലാണ്. എന്നാൽ പോകണമെന്ന് ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ അതാ വേദുവും ശിവയും കൂടിയിട്ട് ഇങ്ങനെ ഓടിക്കളിക്കുക കേട്ടോ. അപ്പോഴേക്കും വേദു അമ്മ പറഞ്ഞപ്പോൾ ഈടെയായിട്ട് അവനെ അമ്മ പറഞ്ഞിട്ട് കുറച്ച് കളിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവനെ കൊണ്ട് ഒരു കുഴപ്പമില്ല, എവിടെ പോവുകയാണെങ്കിലും അവനൊരു വാശിയില്ല കേട്ടോ. എന്തെങ്കിലും കണ്ടാൽ വേണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അവനെ തിന്നാൻ മറ്റേ പഞ്ഞിമിഠായി വേണമെന്ന് എപ്പോഴും പറയുന്നു കേട്ടോ. പക്ഷെ ഞാൻ വാങ്ങിക്കൊടുത്തില്ല കേട്ടോ, അതത്ര നല്ലതല്ല. ഞങ്ങൾ പകരം കരിമ്പിൻ ജ്യൂസ് കുടിച്ചിട്ടു. പക്ഷെ അത് അവനെ വല്ലാണ്ട് അങ്ങോട്ട് പിടിച്ചില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ കരിമ്പിൻ ജ്യൂസ്, നല്ല മധുരമൊക്കെ അല്ലേ. എനിക്കല്ല ഇഷ്ടമായിട്ടോ കരിമ്പിൻ ജ്യൂസ്. നിങ്ങൾക്ക് കരിമ്പിൻ ജ്യൂസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാംഗ്ലൂരുള്ള കപ്പൻ പാർക്ക്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. പോകാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. ബാംഗ്ലൂർ നിൽക്കുന്നവരുണ്ടായിരിക്കാം, പഠിക്കുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഞങ്ങളെപ്പോലെ ആരെങ്കിലും റിലേറ്റീവ്സ് അവിടെ വീടെടുത്ത് താമസിക്കുന്നവരുണ്ടായിരിക്കും. അവിടെ അങ്ങോട്ട് ഇരുന്നു കേട്ടോ എല്ലാവരും. പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ, അവിടെ തന്നെ കുറച്ച് നേരം ഇരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ കുറേ വ്യൂസൊക്കെ ഇങ്ങനെ എടുത്തു. അപ്പോഴാണ് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുന്നത് ഓരോരുത്തർ ഈ രണ്ട് പേരായിട്ട് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേദു എന്താ ഈ പറയുന്നത് വെച്ചാൽ അത് കൂടെ അണ്ണാൻ ഒരുപാട് പോകുന്നുണ്ട്. അതിങ്ങനെ ഭയങ്കര സ്പീഡിൽ പോകുമ്പോൾ അവൻ പിടിക്കാൻ പോവുക കേട്ടോ. അപ്പോൾ അത് ചെറിയമ്മയും കുട്ടികളും മരത്തിൻ്റെ മുകളിലൊക്കെ കയറ്റി നിർത്തിയിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പലതരം പോസുകളൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അവരവരുടെ പണി ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ എൻ്റെ പണിയൊക്കെ കൂടെ പോയി. പിന്നെ വീണ്ടും ഞങ്ങൾ നടക്കാനിറങ്ങി. അപ്പോൾ അവിടെ ഒരു ഹൈക്കോർട്ടിൻ്റെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ എടുത്തു കേട്ടോ. സിംഹത്തിൻ്റെ പുറത്ത് ഇവരെ രണ്ടുപേരെയും കയറ്റിയിരുത്തി. അപ്പോൾ സിംഹം എങ്ങനെ അലറുക എന്ന് ചോദിക്കുമ്പോഴാണ് വേദു ഈ കാട്ടുന്നത്. അപ്പോൾ വേദു കാട്ടുന്നത് കണ്ടപ്പോൾ ബാക്കിലിരിക്കുന്ന ആളും കാട്ടണമല്ലോ. അപ്പോൾ ശിവയും അതുപോലെ കാണിക്കുകയാണ് കേട്ടോ. എവിടുത്തെ ഹൈക്കോർട്ട് എന്തോ ആണ് കേട്ടോ. അപ്പോൾ കണ്ടോ രണ്ട് പോലീസുകാർ വരുന്നത്, നല്ല രസമല്ലേ കാണാൻ, അവരുടെ ആറ്റിറ്റ്യൂഡ് ഇട്ട് വരുന്നത്. അതിന് ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ഇടണമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് അത് ഓർമ്മ വരുന്നത്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, എത്ര ദിവസമായി വീഡിയോസൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എല്ലാവരും ഒരു ആൾ വിസിൽ വിളിച്ചിട്ട് പറഞ്ഞു വേഗം ഇറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അവിടുന്ന്. ടൈം കഴിഞ്ഞതായിരിക്കാം, ഇന്ന ടൈം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ അടുത്ത പോകുന്ന ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സ്ട്രീറ്റിലേക്കാണ് കേട്ടോ. ഫേമസ് ആയൊരു സ്ട്രീറ്റാണ്, നമ്മുടെ മല്ലേശ്വരം സ്ട്രീറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളിത് അവിടുന്ന് ശരിക്കും ഒരു 25 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്കറിയാലോ ബാംഗ്ലൂരിലെ ട്രാഫിക്, അത്രയും ട്രാഫിക്കായ കാരണം കുറേ വൈകിട്ടാണ് എത്തിയത്. പിന്നെ രണ്ട് ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ പോയത്, അത്രയും തിരക്കാണല്ലോ. അപ്പോൾ ഇവിടെ ഇതെന്താ വെച്ചാൽ ബാംഗ്ലൂരിലെ ഏറ്റവും കോടീശ്വരൻ്റെ വീടാണ് അത്. അയ്യോ ആളുടെ പേര് ഞാൻ മറന്നു കേട്ടോ. ആൾക്ക് എന്തോ ബ്രാൻഡിയോ അങ്ങനെ എന്തിൻ്റെ ബിസിനസ്സാണ്, ഞാൻ പേര് മറന്നു ഗൈസ്, കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ കരിമ്പ് ജ്യൂസ് കുടിച്ചു കേട്ടോ. അവിടുത്തെ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെയാണ് കേട്ടോ കാണുന്നത്. എന്ത് രസമല്ല കാണാൻ. ഇവിടെ ഫുള്ള് ഇങ്ങനെ IT ഫീൽഡ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ കൂടുതൽ കേട്ടോ. ഓരോരോ കെട്ടിടങ്ങൾ എന്ത് വലുപ്പമാണ്. അവിടെയുള്ള നമ്മുടെ അംബാനീനെ പോലെ എന്ന് പറഞ്ഞിട്ടോ അയാളിപ്പോൾ ലണ്ടനിലാണ്. എന്തൊക്കെയോ പ്രശ്നം, അതുപോലെ പേഴ്സൊക്കെ മുങ്ങിയിട്ട് പോയിരിക്കുക, ലണ്ടനിൽ ബിസിനസ് ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ പിന്നെ കണ്ടില്ല ഇരുട്ടായി. അപ്പോഴേക്കോ ഞങ്ങൾ മല്ലേശ്വരത്തേക്ക് പോവുകയാണ് കേട്ടോ. മല്ലേശ്വരം സ്ട്രീറ്റിലേക്ക് പോവുകയാണെങ്കിൽ സ്ട്രീറ്റ് ഷോപ്പിംഗ് ഏത് സമയത്തും എനിക്ക് ചെയ്യാൻ പറ്റില്ല ഗൈസ് സമാധാനമായിട്ട്.
അപ്പുവേട്ടൻ ഉണ്ടാവില്ല എൻ്റെ കൂടെ, ഞാൻ മാത്രം വേദുവിനെ എടുക്കണം. ഇവനാണെങ്കിൽ ഫുള്ള് കരച്ചിലോട് കരച്ചിൽ. കാരണം വെള്ളം കുടിക്കണം, വിശക്കണു, അങ്ങനെ ഓരോന്നായിട്ട് ഇവനെ എന്താ പറയുക. സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് പോയിട്ട് ഞങ്ങൾ എടുത്തത് എന്താണെന്ന് വെച്ചാൽ ഒരു പൊട്ടും ഒരു 2 കമ്മലും, ഞങ്ങളുടെ ആന്തരിലുള്ള ഒരു കുട്ടിക്കുള്ള കമ്മലും, അതുപോലെ തന്നെ ബേബിയുടെ ഫ്രണ്ട് ആത്മീയക്കുള്ള ഒരു കമ്മലുമാണ് വാങ്ങിയിട്ടുള്ളത്. അത് മാത്രമേ വാങ്ങാൻ പറ്റിയുള്ളൂ. കാരണം അത്രയും തിരക്കുണ്ട്. അതുപോലെ തന്നെ ഇവൻ സമ്മതിക്കുന്നില്ല. നമുക്കറിയാമല്ലോ കുട്ടികളായിട്ട് പോയാലുള്ള ബുദ്ധിമുട്ട്. ആരെങ്കിലും നമ്മുടെ കുട്ടീനെ എടുക്കാണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പോവാം. കണ്ട കമ്മലിൻ്റെ സെക്ഷനാണ് ഇവിടെ. ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിയത് തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഓരോരുത്തരുടെ ഇത് ചെയ്യുന്നു, വാങ്ങുന്നു. എനിക്ക് ബാഗ് വാങ്ങണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ ബാഗിന് അവർ പറഞ്ഞത് 850, 950. ഒന്ന് ആലോചിച്ച് നോക്കുക. അത്രയും വില കൊടുത്തിട്ടൊക്കെ നമുക്കിപ്പോൾ ഇവിടുന്ന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? നാട്ടിൽ ഇതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ളത് കിട്ടും. അതുപോലെ തന്നെ ആന്ധ്രയിൽ ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട് ഇതിനെക്കാട്ടിലും വില കുറവുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് ഇവിടുന്ന് വാങ്ങിയാൽ മതിയല്ലോ വെച്ചിട്ട് ഞാൻ അത് ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനത്തെ ബണ്ണ്, അതുപോലെ തന്നെ ക്രാബ്, അങ്ങനത്തെ ഒരെണ്ണറ്റ് വാങ്ങിയുള്ളൂ കേട്ടോ. ചെറിയൊരു ബ്ലാക്ക് ക്രാബും പിന്നെ ബേബിക്ക് എന്തോന്നും വാങ്ങിയിട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ സാധനം മാത്രമേ വാങ്ങിയുള്ളൂ. ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങാൻ പറ്റിയില്ല. പിന്നെ എൻ്റെ ഫോണിൽ 1% ഗൈസ് നിന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. ആ 1% വെച്ചിട്ടാണ് ഞാൻ ഗൂഗിൾ പേ ചെയ്തുകൊണ്ടിരുന്നത്. ആലോചിച്ച് നോക്കുക. അതൊക്കെ ഓഫായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയായിരുന്നു. ഒന്നും വാങ്ങാൻ പറ്റില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വേദം ഇവിടെ മാങ്ങ കണ്ടു കേട്ടോ. അപ്പം മാങ്ങ വേണം പറഞ്ഞിട്ടുള്ള കരച്ചിലായിരുന്നു. അതുപോലെ തന്നെ പേരയ്ക്കും ഇവർ വാങ്ങി വന്നു കേട്ടോ. മേമയും മാമയും കൂടിയിട്ട് വാങ്ങി വന്നു. പിന്നെ കുറേ ലിപ്സ്റ്റിക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കോസ്മെറ്റിക്സ് വാങ്ങാതിരിക്കുക നല്ലതെന്ന് പറഞ്ഞു കേട്ടോ. അത് ബുദ്ധിമുട്ടാണ് പറഞ്ഞു. പിന്നെ ഞാൻ ഷോപ്പിങ്ങിൻ്റെ നിർത്തി കേട്ടോ. കാരണം എനിക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അത്രയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ അത്രയും സാധനങ്ങളെ വാങ്ങിയുള്ളൂ. അത് കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ടോ. കുട്ടികൾക്കൊക്കെ വിശന്നു. അപ്പോൾ ഇവരുടെ എക്സ്പ്രഷനൊക്കെ കാട്ടിട്ട് ഞാൻ വീഡിയോ എടുക്കണമെന്ന് കണ്ടപ്പോൾ അവൾ മിണ്ടാതിരിക്കുകയാണേ. അപ്പോൾ ഞങ്ങൾ വെജിറ്റേറിയൻ കടയിലേക്കാണ് ചെന്നത്. അവിടെ നിന്ന് ഞങ്ങൾ വെജിറ്റബിൾ ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ ഗൈസ്. അപ്പോൾ അവിടുത്തെ അടുത്ത് കുറച്ച് ഫോട്ടോസാണിത് ആഡ് ചെയ്യുന്നത് ഞാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞങ്ങളൊരു ദിവസം തിരുപ്പതി അമ്പലത്തേക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ബൈ.